ഹവായ് എ മോൺസ്റ്റർ ബോയ് എന്ന കൊറിയൻ ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ വേഗത്തിൽ പോകുന്നൊരു ട്രെയിൻ. ആരോ പറയുന്നുണ്ട്, ആ സ്യൂട്ട് കേസ് എടുക്കല്ലേ, നിനക്ക് ചുറ്റും പോലീസുകാരുണ്ടെന്ന്. പക്ഷെ ഈ മെസ്സേജ് കിട്ടുമ്പോഴേക്കും അയാൾ സ്യൂട്ട് കേസ് എടുത്തു കഴിഞ്ഞു. ഒരു കണ്ണട വെച്ച മാന്യൻ. അടുത്ത സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങാൻ പോവാ. ഇയാൾ സ്യൂട്ട് കേസ് എടുക്കുന്നത് കണ്ട കുറച്ചധികം യാത്രക്കാര്, ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാര് ഇയാളെ ചുറ്റും വളയുന്നുണ്ട്. ഇതേ ട്രെയിനിൽ തന്നെ ഒരു പച്ചക്കറി കത്തി വ്യാപാരിയും വ്യാപാരം നടത്തുന്നുണ്ടാവും. ഇപ്പോ പോലീസിലുള്ള ഒരാളാണ് വില്ലന്മാരെ വിളിച്ച്, എനിക്ക് അവസാന നിമിഷമാണ് ഈ വിവരം കിട്ടിയത്, അതുവരെ പോലീസിൽ ഈ കാര്യം കോൺഫിഡൻഷ്യൽ ആയിരുന്നു, അറിഞ്ഞ ഉടനെ ഞാൻ നിന്നെ വിളിച്ച് പറയാണ്, അവനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ പറയും. ഇത് കേട്ട വില്ലൻ ഗ്യാങ് അവര് പറയും, അവൻ ട്രെയിനിനകത്ത് പെട്ടിയെടുത്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇറക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഈ വില്ലൻ ഗ്യാങ് അതേ ട്രെയിനിന്റെ തൊട്ടടുത്തുകൂടെ കാറിൽ പോകുന്നുണ്ട്. അവര് 3 പേരാണ് കാറിനകത്തുള്ളത്. ഇതിലെ 4 മെയിൻ വില്ലന്മാരും നമുക്ക് ഇഷ്ടപ്പെട്ട കൊറിയൻ നടന്മാരാണ്. ഇപ്പൊ അതിലെ മൂത്ത വില്ലൻ അയാൾ ഈ വിവരം അറിഞ്ഞിട്ട് പറയാണ്, ഈ മാതാപിതാക്കള് കുട്ടികളുടെ ജീവനിൽ ഇങ്ങനെ കളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന്. ഇതും പറഞ്ഞ് പുള്ളി തോക്കെടുത്ത് തയ്യാറാവും. ഈ സമയത്ത് തന്നെ പോലീസുകാർ വളഞ്ഞു എന്നുള്ളത് ആ ട്രെയിനിനകത്തുള്ള ക്രിമിനലിന് മനസ്സിലായി. അയാൾ മെല്ലെ തിരിഞ്ഞ് ഈ കത്തി വ്യാപാരിയുടെ കയ്യിൽ നിന്ന് കത്തി തട്ടിപ്പറിച്ച് അയാളെ ലോക്ക് ചെയ്യും. ഉടനെ പോലീസുകാരെല്ലാം തോക്കെടുക്കുന്നുണ്ട്, ഒരു 7-8 പോലീസുകാർ. എന്നാൽ ഈ കത്തി വ്യാപാരി ഉള്ളതുകൊണ്ട്, ഒരു സാധാരണ സിറ്റിസൺ ഉള്ളതുകൊണ്ട് ഇവർക്ക് ആ വില്ലനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ വില്ലൻ രക്ഷപ്പെടാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പ് എത്തുമ്പോൾ തന്റെ കയ്യിൽ കിട്ടിയ ആ പണപ്പെട്ടി ഈ പോലീസുകാർക്ക് നേരെ വലിച്ചെറിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പിൽ പുറത്തേക്ക് ഇറങ്ങും. അപ്പോഴും കത്തി വ്യാപാരി ലോക്ക്ഡാണ്. ഒരു പോലീസുകാരൻ ധൈര്യത്തോടെ മുന്നോട്ട് വരുമ്പോൾ ഈ വില്ലൻ ആ പോലീസുകാരനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ബാക്കി പോലീസുകാരെല്ലാം ട്രെയിനകത്ത് ലോക്കായി. അവർക്ക് ഇവനെ കടിച്ചു കീറാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ട്രെയിൻ എടുത്തുപോയി. വില്ലൻ രക്ഷപ്പെട്ടു. ഇപ്പൊ ആ കത്തി വ്യാപാരിനെ ലോക്ക് ചെയ്ത് ഇവൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു സാധാരണക്കാരൻ അയാൾ തന്റെ കയ്യിലുള്ള തോക്കെടുത്ത് ഈ കത്തി വ്യാപാരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവനെ വെറുതെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞ് വില്ലനെ പേടിപ്പിക്കുന്നു. വില്ലനാവട്ടെ, എന്നാ ശരി ഞാൻ വെറുതെ വിട്ടേക്കാം, വഴക്കിന് തയ്യാറല്ല, ഇയാളെ നീ കൊണ്ടുപോയിക്കോന്നും പറഞ്ഞ് കത്തി വ്യാപാരിയെ ആ യാത്രക്കാരനടുത്തേക്ക് പറഞ്ഞുവിടും. ഈ വ്യാപാരിയാണെങ്കിൽ യാത്രക്കാരന്റെ അടുത്ത് എത്തിയ ഉടനെ തന്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കത്തിയെടുത്ത് ആ പാവപ്പെട്ട യാത്രക്കാരന്റെ വയറ്റത്തേക്ക് കുത്തിയിട്ട് അയാളെ പാളത്തിലേക്ക് തള്ളിയിടാണ്. സോ ഈ കത്തി വ്യാപാരിയും വില്ലനായിരുന്നു. യാത്രക്കാരൻ ജീവന് വേണ്ടി പെടയുന്ന കാണുമ്പോൾ ഒരു സൈക്കോയെ പോലെ അവൻ അട്ടഹസിച്ച് ചിരിക്കുന്നുണ്ടാവും. ഇപ്പൊ അവിടെ നിന്ന് സീൻ കട്ട് ചെയ്താൽ വില്ലന്മാര് കാറിൽ കൊണ്ടുവന്ന ഒരു വലിയ ചെടിച്ചട്ടി അത് അവർ രഹസ്യമായ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ ചെടിച്ചട്ടിക്കകത്ത് ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു. അത് ആൾക്കാർ കാണാതെ ഇവര് മറച്ച് കൊണ്ടുവന്നായിരുന്നു. ഇപ്പൊ ആദ്യം നടന്ന സീനിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഈ കൊച്ചു പയ്യനെ വില്ലന്മാര് കിഡ്നാപ്പ് ചെയ്തിട്ട് അവന്റെ അച്ഛനോട് പണം ചോദിച്ചു. അച്ഛൻ പണം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പോലീസുകാരെയും ഈ വിവരം അറിയിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് വില്ലന്മാർക്ക് ഈ പ്ലാൻ അത്ര സക്സസ് ആവാതെ പോയത്. അവർക്ക് പണം കിട്ടിയില്ല, പയ്യനെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇനിയിപ്പോ ഈ പയ്യനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, ആ കൊച്ചിന്റെ അച്ഛൻ കാണിച്ച ചതിക്ക് ഈ കുഞ്ഞിനെ കൊന്നു കളഞ്ഞാലോ എന്നുള്ള ഐഡിയയിൽ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതേ വീട്ടിൽ ഈ വില്ലന്മാര് ചങ്ങലക്കിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയെയും കൂടി കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു സ്ത്രീയെ പിടിച്ചോണ്ട് വന്ന് അതിനെ ചങ്ങലക്കിട്ട് ഇവർക്ക് വേണ്ട ജോലികൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയെ വിളിച്ച് ഇവര് കുട്ടിയെ പരിചരിക്കാൻ പറയും. ഇപ്പൊ എന്തായാലും അവർ ആ കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ചിട്ടില്ല. വർഷങ്ങൾ കടന്നു പോകുന്നു. ഇന്ന് പ്രസന്റ് ഡേയിൽ മറ്റൊരു സിറ്റി. അവിടെ പണക്കാരനായ ഒരു പ്രോസിക്യൂട്ടർ ഉണ്ട്. പുള്ളിക്കാരനൊരു മസാജറെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബോഡി മസാജ് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ആ മസാജ് ചെയ്യുന്ന ആൾക്ക് കണ്ണ് കാണില്ല. ഈ സമയത്തായിരിക്കും ഈ പ്രോസിക്യൂട്ടറെ വീട്ടിലേക്ക് 4-5 മുഖം മൂടി കൊള്ളക്കാര് കടന്നു വരുന്നത്. അവർ ഈ പ്രോസിക്യൂട്ടറെ തല്ലി അയാളെ സേഫ് ലോക്കർ തുറക്കാൻ പറയുന്നുണ്ട്. കൈരേഖ വെച്ചാലാണ് തുറക്കാൻ പറ്റുള്ളൂ. ഇയാൾ ഞാൻ തന്നെ കൈരേഖ വെക്കാം, നിങ്ങൾ എന്നെ തല്ലേണ്ട ആവശ്യമില്ല, ഞാൻ എങ്ങോട്ട് ഓടിപ്പോവില്ല, ഒന്ന് വെറുതെ വിടൂന്ന് പറഞ്ഞ് ഇവരെ കൈ വിടിയിക്കാൻ പറഞ്ഞിട്ട് വലത് കൈക്ക് പകരം ഇടത് കൈ മാറ്റിവെച്ച് കൊള്ളക്കാരെ ശ്രദ്ധ തിരിഞ്ഞ സമയം നോക്കി കയ്യിലൊരു ഇലക്ട്രിക് ഷോക്കിന്റെ സ്റ്റിക്ക് എടുക്കും. എന്നിട്ട് ആരെങ്കിലും അടുത്തു വന്നാ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയും, ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയില്ല, ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിക്കോ, ഞാനൊരു പബ്ലിക് പ്രോസിക്യൂട്ടറാ, നിങ്ങളുടെ ഒന്നും മുഖം കാണാത്ത ബാക്കിയായി, മുഖം കണ്ടിരുന്നെങ്കിൽ വീട്ടിൽ വന്ന് തല്ലി കൊന്നേനെ എന്നയാൾ പറയും. ഇത് കേട്ടുടനെ നമ്മുടെ മെയിൻ വില്ലൻ മുഖം മൂടി അഴിച്ചിട്ട്, ഇപ്പൊ നീ എന്റെ മുഖം കണ്ടില്ലേ, ഇനി നീ ജീവനോട് ഇരിക്കണ്ടെന്ന് പറഞ്ഞ് കൂടെയുള്ള മറ്റേ വില്ലനോട് അയാളെ കൊന്നുകളയാൻ പറയാണ്. അവൻ കേട്ട പാതി അയാളുടെ ചങ്കൻ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും. എന്നിട്ട് മരിച്ച മനുഷ്യന്റെ കൈരേഖ വെച്ചിട്ടാണ് ഇവര് ആ സേഫ് ലോക്കർ തുറക്കുന്നത്. അത് കഴിഞ്ഞ് ഈ കണ്ണ് കാണാത്ത മസാജറല്ലേ അയാളെ മെയിൻ വില്ലൻ പിടിച്ചിട്ട്, നിനക്ക് ശരിക്കും കണ്ണ് ഒരു പൊട്ട് പോലും കാണില്ലേടാ എന്ന് ചോദിക്കുന്നുണ്ട്. അയാൾ തീരെ കാണില്ല, സത്യമായിട്ടും കാണില്ല, എന്നെ വെറുതെ വിടുമെന്ന് പറയും. വില്ലൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സൂചി എടുത്ത് അയാളുടെ കണ്ണി കുത്തുന്ന പോലെ കാണിക്കുന്നുണ്ട്. പുള്ളി കണ്ണ് ചിമ്മാത്തോണ്ട് പുള്ളിക്ക് കണ്ണ് കാണില്ല എന്നുള്ളത് വില്ലന് മനസ്സിലായി. അയാൾ വില്ലനോട് പറയും, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്കറിയില്ല, ഞങ്ങൾ ആരെയും നീ കണ്ടിട്ടില്ല, ഇത് മാത്രമേ നീ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് ഇവരവനെ ഭീഷണിപ്പെടുത്തി ഇറങ്ങിപ്പോകും. എന്നാൽ യഥാർത്ഥത്തില് ഈ മസാജർക്ക് ചെറുതായിട്ട് കണ്ണ് കാണായിരുന്നു. വളരെ അടുത്ത് പോയി നോക്കുകയാണെങ്കിൽ അയാൾക്ക് മറ്റുള്ളവരുടെ മുഖം മനസ്സിലാവും. അങ്ങനെ പുള്ളിക്കാരന് വില്ലന്റെ മുഖം മനസ്സിലായിട്ടുണ്ട്. ഈ കൊള്ളയെല്ലാം കഴിഞ്ഞ് വില്ലന്മാര് പുറത്തേക്ക് വന്ന് കാറിൽ കയറുമ്പോൾ കാറിനകത്ത് ബാക്കിയുള്ള 2 പേര് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാവും. അപ്പോഴായിരിക്കും ഒരു
പോലീസ് കാറ് ഇവർക്ക് നേരെ പാഞ്ഞു വരുന്നു. സോ ആ കണ്ണ് കാണാത്ത വ്യക്തി അത് കഴിഞ്ഞ് പോലീസിനെ വിളിച്ചിട്ടുണ്ടാവണം. ഇവര് പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ പല വഴി തിരിഞ്ഞു കാർ ഓടിക്കും. പോലീസുകാർക്ക് ഇവർ ഏത് വഴിക്കാ പോയെന്ന് മനസ്സിലാവില്ല. ആ സമയത്ത് സൈക്കിളിൽ നിന്ന് വീണൊരു പയ്യൻ റോട്ടിൽ കിടപ്പുണ്ടാവും. അവന്റെ കയ്യിലെ ഓറഞ്ച് എല്ലാം ചെതറിപ്പോയിട്ടുണ്ട്. സോ പോലീസുകാര് ഈ വഴി തന്നെയായിരിക്കും വില്ലന്മാര് രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവാന്ന് വിചാരിച്ചിട്ട് ആ വഴിയെ പോവാണ്. ഈ പയ്യനാണെങ്കിൽ ആ നിലത്തിടക്കുന്ന ഓറഞ്ച് എല്ലാം മെല്ലെ പെറുക്കിയെടുത്ത് നേരെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വരും. അവിടെ ഒരു പെൺകുട്ടി സൈക്കിൾ റിപ്പയർ ആയിട്ട് ശരിയാക്കുന്നുണ്ടാവും. ഇവൻ ആ പെൺകുട്ടിയോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഭയന്ന് മാറിപ്പോകുമ്പോൾ ആ പെൺകുട്ടി തന്നെ വിളിച്ചിട്ട് നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ സ്കൂൾ പയ്യ, നിന്റെ വീട് ഇവിടെയാണോ, നീ എന്താ മൈൻഡാക്കാതെ പോണേന്നും പറഞ്ഞ് അവനോട് സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ്. അവൻ ഏത് സ്കൂളിലാണ് പഠിക്കണേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നിനും ഈ പയ്യൻ മറുപടി പറയില്ല. എന്നാൽ പോകാൻ നേരത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്നൊരു ഓറഞ്ച് ഈ പെൺകുട്ടിക്ക് കൊടുത്തിട്ട് അവൻ മറ്റൊരു വഴിയെ മാറിപ്പോവും. അപ്പൊ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് നിന്റെ പേരെങ്കിലും ഒന്ന് പറയുമോന്ന്. അവൻ പറയും ഹവായി ആണെന്ന്. അവൾ ചിരിച്ചിട്ട് മാറിപ്പോവും. ഈ സമയത്ത് വില്ലന്മാര് വീട്ടിൽ അവർക്ക് കിട്ടിയ പണമൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുക. അപ്പൊ ആ വില്ലന്മാരിലെ കുറച്ച് വിവരമുള്ള മനുഷ്യൻ അയാൾ ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്രാവശ്യം അറ്റാക്ക് ചെയ്തത് ഒരു പ്രോസിക്യൂട്ടറെയാ. എന്തെങ്കിലും തുമ്പ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാം തല പോവും. അയാളെ കൊല്ലേണ്ടിയിരുന്നില്ല. ഇവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹവായി മോൻ ആ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അവൻ ആ വീടിനകത്ത് ഒരു ഭീകര സത്ത് ഉള്ളതായിട്ട് തോന്നും, ഒരു ഭീകര ജന്തു ഉള്ളതായിട്ട്. അവൻ എപ്പോഴും സ്വപ്നത്തിൽ ഇങ്ങനത്തെ ഒരു ജന്തുവിനെ കാണാറുണ്ട്, കണ്ട് പേടിക്കാറുണ്ട്. എന്നാലും അവൻ ആ വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. ആദ്യമേ ആ ഫൈറ്റർ ഡാഡിയുമായിട്ടാണ് ഇവൻ ചെറിയ വഴക്ക് കൂടുന്നത്. അവർ തമ്മിലെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇവർക്കെല്ലാം ഈ കുഞ്ഞു പയ്യനെ ഇഷ്ടമാണെന്ന്. അതിൽ അടിക്കൊന്നും പോവാതെ ഡ്രൈവിംഗ് മാത്രം ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു തടിയൻ ഡാഡി. അയാൾക്കാണ് ഇവനെ കൂടുതൽ ഇഷ്ടം. അയാൾ മോൻ വരുന്നതുവരെ കാത്തിരിക്കുകയായിരുന്നു. മോൻ എല്ലാവരെയും ഡാഡി ഡാഡി എന്നാണ് വിളിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിനക്ക് തന്ന ജോലി നീ വൃത്തിയായിട്ട് ചെയ്തു, ഇതാ നിന്റെ പങ്കെന്ന് പറഞ്ഞ് വേറൊരു ഡാഡി അവന് പണം കൊടുക്കും. അവൻ അത്ര പണമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിലെ മൂത്ത ഡാഡിയാണ് എല്ലാത്തിനും ഓർഡർ ഇടുക. പുള്ളിക്കാരനോടായിരിക്കും ഹവായിക്ക് കൂടുതൽ മര്യാദ. ഇത് കഴിഞ്ഞ് അവൻ മെല്ലെ അടുക്കളയിലേക്ക് ചെന്ന് അമ്മയെന്ന് വിളിച്ചിട്ട് അവിടെ ജോലിക്കുണ്ടായിരുന്ന സ്ത്രീക്ക് അവൻ കൊണ്ടുവന്ന ഓറഞ്ച് കൊടുക്കും. ആ ഓറഞ്ച് അവൻ അവർക്ക് വേണ്ടി വാങ്ങിച്ചായിരുന്നു. ആ സ്ത്രീ അവൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. ഇപ്പൊ ആ വില്ലന്മാര് കുഞ്ഞു പയ്യന് അടിയും ഇടിയും വെടിയും എല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം സ്നൈപ്പർ ഷൂട്ടിംഗ് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു കൊടുക്കും. അതിലെല്ലാവരെക്കാളും വളരെ ക്ലീൻ ആൻഡ് ഷാർപ്പായിട്ടായിരിക്കും അവൻ ഷൂട്ട് ചെയ്യുക. ഇവര് പഠിപ്പിച്ചു കൊടുത്ത എല്ലാ വിദ്യകളിലും അവൻ കേമനാണെന്ന് ഇവരെല്ലാവരും പറയുന്നുണ്ട്. അത് കേട്ട മൂത്ത ഡാഡി അഭിമാനത്തോടെ അവന്റെ തലയിൽ തലോടുന്നുണ്ടാവും. ഇത് കഴിയുമ്പോൾ ഇവരെ കൂട്ടത്തിൽ കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ടെന്ന് പറഞ്ഞില്ലേ, അയാളെ ആയിരിക്കും ആ ചാരം പോലീസുകാരൻ വിളിച്ച് ബന്ധപ്പെടുന്നത്. ഈ പോലീസുകാരനാണ് ചില പല കൊട്ടേഷൻസ് ഒക്കെ നമ്മുടെ കൊള്ളക്കാർക്ക് കൊടുക്കുന്നത്. ഇപ്പൊ അയാള് പുതിയൊരു കൊട്ടേഷൻ നമ്മുടെ കൊള്ളക്കാർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വീട് ഒഴിപ്പിക്കണം. 2 പേരാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. എന്ത് പറഞ്ഞിട്ടും അവർ ആ വീട് ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ല. വലിയൊരു കമ്പനിക്ക് ആ വീടുള്ള സ്ഥലം വേണം. എത്രയോ പറഞ്ഞു നോക്കി അവർ കേൾക്കുന്നില്ല. അതുകൊണ്ട് അവരെ കൊല്ലുക മാത്രമേ മാർഗമുള്ളൂ. കുറച്ച് പ്രായമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് അവര്. വില്ലൻ അവരാരാണ്, എന്ത് ജോലിയെ ചെയ്യണം ചോദിക്കുമ്പോൾ സുങ്കി സിമെന്റ് ഫാക്ടറിയുടെ ഓണറായിരുന്നു, ഇപ്പൊ അത് നടത്തുന്നില്ല എന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഈ വിവരമുള്ള തന്ത ഒന്ന് ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നീട് വിളിക്കാന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് വളർത്തുമകനെ അടുത്ത് വിളിച്ചിട്ട് നിനക്ക് ആർട്സ് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നിനക്ക് വേണ്ട പാസ്പോർട്ടും ഐഡന്റിറ്റി കാർഡും സ്കൂൾ ആപ്ലിക്കേഷനും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നീ അവിടെ ചെന്ന് പഠിച്ചോ എന്നീ ഡാഡി പറയും. അപ്പോഴായിരിക്കും മൂത്ത ഫാദർ അങ്ങോട്ട് വരുന്നു. പുള്ളിക്കാരൻ എന്തോ മകൻ ദൂരെ പഠിക്കാൻ പോകുന്നതിനോട് താല്പര്യമില്ല. അയാളിപ്പോ ഒന്നും സംസാരിക്കുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹവായ് ഞാനൊന്ന് ടൗണിൽ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് സ്കൂൾ യൂണിഫോം ഇട്ട് പുറത്തേക്ക് ഇറങ്ങും. അവന് വേണ്ടി വളർത്തമ്മ പുതിയ സ്വെറ്ററൊക്കെ തയ്ച്ചു വെച്ചിട്ടുണ്ട്. മോൻ പോയി കഴിയുമ്പണ്ട് നമ്മുടെ മൂത്ത ഫാദർ ആ വിവരമുള്ള ആളോട് അവനെ പഠിക്കാൻ അയക്കണമെന്ന് അത്രയ്ക്ക് നിർബന്ധമുണ്ടോ, അവൻ നമ്മുടെ കൂടെ തന്നെ ജോലി ചെയ്താൽ പോരെന്ന് ചോദിക്കും. അപ്പൊ ആ വിവരമുള്ള ആൾ പറയും അവൻ നമ്മളെ പോലെയല്ല, ഡിഫറൻ്റ് ആണ്, അവൻ ഇത് ആഗ്രഹിക്കുന്നില്ല, നമുക്ക് അവനെ പഠിക്കാൻ വിട്ടാ പോരെന്ന്. പക്ഷെ മൂത്ത ഫാദർ സമ്മതിക്കുന്നില്ല. അവൻ എന്ത് വ്യത്യാസമാണുള്ളത്, നീയും വ്യത്യസ്തനായിരുന്നു, ഞാനും വ്യത്യസ്തനായിരുന്നു, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ജോലി ചെയ്യുന്നില്ലേ, അതുപോലെ അവനും ചെയ്തോളൂ. എന്നാൽ ഇവിടെ ഹവായിനെ കാണിക്കുമ്പോൾ അവന്റെ വിനോദം എന്താന്ന് വെച്ചാൽ തെരുവിലേക്ക് ഇറങ്ങി അവിടെയുള്ള മനുഷ്യരെയൊക്കെ പടം വരയ്ക്കുക. അവരറിയാതെ ആരെയും ശല്യം ചെയ്യുന്നില്ല. അവനവിടെ ഉണ്ടെന്ന് പോലും അറിയാതെ മറ്റുള്ളവരുടെ പടമൊക്കെ വരച്ച് പാട്ടൊക്കെ കേട്ടിട്ട് തെരുവിലൂടെ നടക്കും. എന്തായാലും സ്കൂളിലേക്കൊന്നും പോകുന്നില്ല എന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൊച്ചു പയ്യൻ അവൻ ഇന്നലെ കണ്ട പെണ്ണിനെ റോഡിൽ വെച്ച് കാണുമ്പോൾ അവളുടെ സംസാരമൊക്കെ രസിച്ച് കണ്ടുകൊണ്ടിങ്ങനെ നടന്നു പോവാ. അവളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഒരു പിക്കപ്പ് ഇടിച്ചവൻ റോഡിലേക്ക് തെറിച്ചു വീഴുന്നുണ്ട്. കാര്യമായൊന്നും പറ്റുന്നില്ല. പക്ഷെ അവൻ വീണത് നമ്മുടെ സുന്ദരി കൊച്ചു കണ്ടു. അവളുടനെ ഓടി വന്ന് അവനെ പൊക്കിയെടുത്തിട്ട് നീ ഇന്ന് സ്കൂളിലേക്കൊന്നും പോയില്ലേ, കയ്യിലെന്താ ഒന്ന് കാണിച്ചേന്നും പറഞ്ഞ് അവൻ വരച്ച പടങ്ങളൊക്കെ നോക്കും. ആ പടങ്ങൾ കാണുമ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ കുറെ നാളായി ഒരു പോർട്രേറ്റ് വരയ്ക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുക. അതിനെ പറ്റിയൊരു പടം വരക്കാരനെ കിട്ടിയിട്ടില്ല. നമുക്കൊരു കാര്യം ചെയ്താലോ, വരുന്ന സാറ്റർഡേ നീ എനിക്ക് വേണ്ടി ഒരു പടം വരച്ചാ ഞാൻ നിന്നെ കാണാൻ വരാം, നമുക്ക് പാർക്കിൽ വെച്ച് കാണാമെന്ന് പറയും. എന്നാ ശരി, നിന്റെ ഓർമ്മയ്ക്ക് ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നും പറഞ്ഞ് അവൾ കഴിച്ചുകൊണ്ടിരുന്ന ബണ്ണുവിന്റെ വായെ തിരികെ അവളൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് റോഡിൽ ഒരാൾ പെണ്ണുങ്ങളെ ശല്യം ചെയ്യുന്ന കാണുമ്പോൾ
നോക്ക് ഏതാണ് ആ വൃത്തികെട്ടവെന്ന് പറഞ്ഞ് ഇവൾ ഒരാളെ കൈ ചൂണ്ടി കാണിക്കും. നോക്കുമ്പണ്ട് അവന്റെ ആ ഡ്രൈവർ ഡാഡി ഹവായിനെ കണ്ടുടനെ ഹവായ് നീ ഇവിടെ എന്ത് ചെയ്യാടാ, വായ നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഒച്ച വയ്ക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ചോദിക്കും അതാരാണെന്ന്. ഹവായ് പറയും അതെന്റെ പ്രിയപ്പെട്ട ഡാഡിയാണെന്ന്. അത് കഴിയുമ്പോൾ ഡാഡി ഹവായിനെയും വിളിച്ച് വീട്ടിലേക്ക് പോകുന്നു. പുള്ളിക്കാരൻ മദ്യപിച്ചുകൊണ്ട് തന്നെ ഞാൻ വണ്ടി ഓടിക്കാമെന്നും പറഞ്ഞ് ഹവായ് ആയിരിക്കും വണ്ടി ഓടിക്കുക. പോകുന്ന വഴി പെണ്ണുങ്ങൾ എങ്ങനെയാണ് വളയ്ക്കാന്നൊക്കെ ഡ്രൈവർ ഡാഡി ഹവായിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴായിരിക്കും പോലീസ് ചെക്കിംഗ് ഉണ്ടാവുക പോകുന്ന വഴിയിൽ. ഹവായി ആണെങ്കിൽ സ്കൂൾ പിള്ളേരുടെ വേഷത്തിലാണ്. അതുകൊണ്ട് ചെക്കിംഗ് നടത്തിയാൽ പിടിക്കപ്പെടും. പിന്നെ വലിയ കുഴപ്പമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഡ്രൈവർ ഡാഡി വണ്ടി വെട്ടിത്തിരിച്ച് പോലീസിനെ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ പറയും. ഇവൻ അതേപോലെ വണ്ടി വെട്ടിത്തിരിച്ച് പോലീസിനെ പിടികൊടുക്കാതെ രക്ഷപ്പെടുന്നു. ഡ്രൈവർ ഡാഡി പറയുന്നത് പോലെ തന്നെ ഇവൻ വളച്ചും തിരിച്ചും പോലീസിന്റെ കാർ കുടുക്കിയിട്ട് രക്ഷപ്പെട്ടു പോകും. നീ ഒരു സൂപ്പർ ഡ്രൈവറായിട്ട് മാറിയിട്ടുണ്ടെന്ന് കുണ്ടു ഡാഡി പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ ഈ ക്രൈം നടന്ന സ്ഥലത്തെ സാക്ഷി കണ്ണ് കാണാത്ത ആള് മാത്രമാണല്ലോ. അയാളെ വിളിച്ച് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാം. പുള്ളിക്കാരൻ ഞാനൊന്നും കണ്ടിട്ടില്ല, എനിക്ക് കണ്ണ് കാണാത്തോണ്ട് എനിക്കൊന്നും കാണാൻ പറ്റിയില്ല എന്ന് പറയും. എന്നാൽ പോലീസുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോഴായിരിക്കും സ്പെഷ്യൽ യൂണിറ്റിൽ നിന്ന് ഒരു ഇൻസ്പെക്ടർ ആ സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ടാവുക. അങ്ങേര് പ്രത്യേകം ഈ കേസ് അന്വേഷിക്കാൻ വന്ന ആളാ. പുള്ളിക്കാരൻ ഈ കണ്ണ് കാണാത്ത ആളെ ക്വസ്റ്റ്യൻ ചെയ്യും. ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഇത്തിരി പോലും കാണാൻ പറ്റുന്നില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഈ പോലീസുകാരൻ സംശയിച്ച് ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് ലൈറ്റർ കത്തിച്ച് അയാളുടെ കൃഷ്ണമണി ഇളകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ലൈറ്റിനനുസരിച്ച് കൃഷ്ണമണി ഇളകുന്നുണ്ട്. സോ താൻ ഇത്രയും നേരം കള്ളം പറയായിരുന്നു. തനിക്ക് കണ്ണ് കാണാം. തന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും താൻ പറയാത്ത. എന്നാ പറയണ്ട, ഒരു കാര്യം ചെയ്യ്, ഞാൻ തന്നെ വെറുതെ വിട്ടു, താൻ വീട്ടിലേക്ക് പോയിക്കോ. പക്ഷെ പ്രസ്സിനെ വിളിച്ച് ഞാൻ തനിക്ക് കണ്ണ് കാണാൻ പറ്റും, കുറ്റവാളിയെ താൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ആ കൊലപ്പുള്ളികൾ തന്നെ പിടിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ രക്ഷയ്ക്ക് വരില്ല. എന്താ വേണ്ടത് നീ തന്നെ തീരുമാനിക്കുന്നും പറഞ്ഞ് പോലീസ് ഹീറോ അവിടെ നിന്ന് മാറിപ്പോവാ. ഇയാൾ പേടിച്ച് വിറച്ചിട്ട് സത്യങ്ങൾ പറയാൻ തുടങ്ങും. അയാൾ സത്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ചാരം പോലീസുകാരൻ വില്ലന്മാർക്ക് ഈ മെസ്സേജ് കൈമാറുന്നുണ്ട്. കണ്ണ് കാണാത്ത ആള് സംസാരിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. ആ സമയത്ത് സ്റ്റേഷനിൽ ആ കണ്ണ് കാണാത്ത ആള് എനിക്ക് ആ കില്ലറ ശരീരത്തിൽ നിന്നും ചൈനീസ് ജൂനിപ്പർ എന്ന ചെടിയുടെ മണം കിട്ടിയിരുന്നു. അവന്റെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അവന്റെ കണ്ണുകൾ ഞാൻ മറക്കില്ല. ഇതയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നമ്മുടെ വില്ലന്മാർ ഇവിടെ അലേർട്ടായി. കണ്ണ് കാണാത്ത ആളെ തീർക്കാനുള്ള പ്ലാനിംഗ് ആണ്. സാക്ഷി മുഖം കണ്ടു എന്ന് പറയുമ്പോൾ തന്നെ പോലീസുകാരൻ അത് വരയ്ക്കാനുള്ള ആളെ ഏർപ്പാടാക്കും. ഈ സമയത്ത് വില്ലന്മാര് സ്നൈപ്പർ ഗണ്ണും എടുത്ത് തയ്യാറായി. അവര് ഹവായിനെ ആയിരിക്കും ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നത്. അവനാണല്ലോ ടാർഗറ്റ് മിസ് ചെയ്യാതെ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ജോലി അവനെയാണ് ഏൽപ്പിക്കുക. കറക്റ്റ് കണ്ണ് കാണാൻ പറ്റാത്ത സാക്ഷി സ്റ്റേഷൻ വിട്ട് പുറത്ത് വരുന്ന വഴി അവനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇവർ തയ്യാറാവും. മറ്റേ ചാര പോലീസാണെങ്കിൽ ഷൂട്ട് ചെയ്യാൻ പാകത്തിന് അയാളെ നിർത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹവായിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അവൻ ആ ഭീകര ജന്തുവിനെ തന്റെ കൺമുന്നിൽ കാണുന്നുണ്ട്. അവനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ പതറുന്ന കാണുമ്പോൾ ആ മൂത്ത വില്ലൻ ഫാദർ ഹവായെ വലിച്ചിട്ട് അടി കൊടുത്തിട്ട് നിന്നെ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്ന് പറയും. അങ്ങനെ അവിടുത്തെ മിഷൻ ക്യാൻസൽ ആയെങ്കിലും ഇയാളെ പോലീസുകാർ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മുടെ വില്ലന്മാരെ വണ്ടി തന്നെയാണ്. അതാ പാവം സാക്ഷിക്ക് അറിയില്ല. അയാൾ വണ്ടിക്ക് അകത്ത് കയറി ചൈനീസ് ചെടിയുടെ മണം പിടിക്കുമ്പോഴാണ് വില്ലന്മാരാണ് തന്നെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കുക. വില്ലന്മാർ അവരെ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്ന് അടിച്ചടിച്ച് കൊല്ലുകയാണ്. അത് കണ്ടു നിൽക്കാൻ വേണ്ടി ഹവായിനെയും കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ഇവർ തല്ലിക്കൊല്ലുന്നത് അവനെ മുന്നിൽ തന്നെ ഇരുത്തി കാണിച്ചു കൊടുക്കും. എന്നിട്ട് ആ വില്ലൻ ഫാദർ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ അവനെ കൊല്ലാത്തതെന്ന്. ഹവായി പറയും ഞാൻ ആ ഭീകര ജന്തുവിനെ കണ്ടു, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, എനിക്ക് പേടിയാണെന്ന്, എനിക്കിത് ചെയ്യണ്ട, എനിക്കിത് ഇഷ്ടമല്ലാന്ന്. അത് കേട്ട് വില്ലൻ ഫാദർ നിന്റെ അച്ഛന്മാരെക്കാട്ടിലും നീ വ്യത്യസ്തനാണെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. മോൺസ്റ്ററെ കണ്ട് നീ പേടിക്കരുത്, അതിനെ മുഖാമുഖം നേരിടണം. ഇനിയൊരു തെറ്റ് പറ്റിയാൽ ഈ അച്ഛൻ ക്ഷമിക്കുമെന്ന് നീ കരുതണ്ട, നിന്നെ ഇപ്പൊ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് ആ വില്ലൻ ഫാദർ മാറിപ്പോവും. അപ്പോഴാണ് ഈ പയ്യൻ കുഞ്ഞായിരിക്കുമ്പോഴത്തെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന പയ്യനെ വില്ലൻ ഫാദർ ഈ ബേസ്മെന്റിൽ പൂട്ടിയിടുമായിരുന്നു. അപ്പോഴൊക്കെ ആ മോൺസ്റ്ററെ കണ്ട് ഹവായി ഭയന്നിട്ടുണ്ട്. അവന്റെ ഭയം മാറ്റാനാണ് അയാളത് ചെയ്ത്. പക്ഷെ വീണ്ടും വീണ്ടും ഭയം കൂടുകയേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇവരടിച്ചു കൊന്ന ആ കണ്ണ് കാണാത്ത പാവ മനുഷ്യനെ ഇവർ കുഴിച്ചിടുന്നു. അത് കഴിയുമ്പോൾ ആ വിവരമുള്ള തന്ത പോലീസുകാരൻ കൊടുത്ത പുതിയ പ്രോജക്റ്റിന്റെ അഡ്വാൻസ് എല്ലാവർക്കും പങ്കുവയ്ക്കുന്നുണ്ട്. സിമന്റ് കമ്പനിക്കാരനെയും ഭാര്യനെയും കൊല്ലണം. അത് നാളെ തന്നെ നടത്തണം. പക്ഷെ നാളെ നടത്തുന്നത് റിസ്ക് ആണെന്ന് വിവരമുള്ള ആൾ പറയും. എന്നാൽ മൂത്ത ഫാദർ ഒരു കുഴപ്പമില്ല, സാക്ഷികളില്ലാതെ നമുക്ക് തീർക്കാം, അതിനുള്ള പ്ലാൻ എന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞിട്ട് പിറ്റേന്ന് ഇവര് പോകാൻ തയ്യാറാവാണ്. ഹവായിനെയും കൂടെ കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ സമയത്തായിരിക്കും ഹവായ് ആ ഇഷ്ടമുള്ള പെൺകുട്ടിയെ കാണാൻ വന്നിരിക്കുന്നു. എന്നാൽ അവളെ കാണാനോ സംസാരിക്കാനോ ഉള്ള കരുത്ത് അവനില്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് അവളെ നോക്കിയിട്ട് അവൻ തിരിച്ചു പോകും. അന്ന് രാത്രി ഈ സിമന്റ് കമ്പനിക്കാരനെയും ഭാര്യയെയും കാണിക്കുന്നുണ്ട്. രണ്ടുപേരെയും കണ്ടാൽ തന്നെ അറിയാം പാവങ്ങളാണെന്ന്. അതിൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കും ആരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന്, നമുക്കിത് അവസാനിപ്പിച്ചാലോ എന്ന്. അങ്ങേരൊന്നും മിണ്ടില്ല, എഴുന്നേറ്റ് പോകുന്നു.
പിറ്റേന്ന് മൂത്ത വില്ലനും സംഘവും ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നിട്ട് ഡ്രൈവർ ഡാഡിനെയും ഹവായിനെയും ആ വീടിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട് കാറിൽ. ഡ്രൈവർ ഡാഡി മഴയായതുകൊണ്ട് ഹവായോട് കൊടയെടുത്തോണ്ടാണ് പോകാൻ പറയാ. ഹവായി മെല്ലെ കൊടയെടുത്തോണ്ട് ആ സിമന്റ് കമ്പനിക്കാരന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. എങ്ങനെയെങ്കിലും വീടിന്റെ കതക് കള്ളത്താക്കോല് കൊണ്ട് തുറക്കണം. ചെറുക്കനകത്ത് പോയി മെല്ലെ തുറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാവും. ആ സമയത്തായിരിക്കും ആ ഏരിയയിൽ റൗണ്ട്സ് പോകുന്ന പോലീസുകാര് ഈ പയ്യനെ ശ്രദ്ധിക്കുക. ഈ പയ്യൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, ആരാണ് അവൻ എന്നറിയാൻ വേണ്ടി ഈ പോലീസുകാർ ദൂരെ നിന്ന് മോനെ നീ ഏതാ, നീ ഈ വീട്ടിലുള്ളതാണോ, നിന്റെ ആണോ ഈ വീട് എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ വിഷയം വഷളാവുകയാണെങ്കിൽ ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ബാക്കിയുള്ള വില്ലന്മാര് തയ്യാറാവും. ഹവായാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ വീടിനകത്തേക്ക് കടക്കാൻ വേണ്ടി കള്ളത്താക്കോലിട്ട് തിരിച്ച് അവസാനം ഡോറ് തുറന്നു. ഞാൻ വീട്ടിലെത്തി അമ്മയെന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറും. സോ പോലീസുകാര് അവൻ ആ വീട്ടിലെ പയ്യൻ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ വീടിനകത്തേക്ക് കയറിയ ഹവായ് നിലത്ത് കിടക്കുന്ന ഒരു കർച്ചീഫും ഒരു പേഴ്സും കാണും. ഇവനത് രണ്ടും എടുക്കുമ്പോൾ ഒരു കുഞ്ഞു പയ്യന്റെ ഫോട്ടോ ആ പേഴ്സിനകത്തുണ്ടായിരുന്നു. ഈ നേരത്ത് വീടിനകത്തുണ്ടായിരുന്ന സിമന്റ് കമ്പനിക്കാരന്റെ ഭാര്യ അവരൊളിച്ചിരിക്കുക. ആരോ വീടിനകത്തേക്ക് കയറിയത് അവർക്ക് മനസ്സിലായി. അവരുടനെ ഭർത്താവിന് മെസ്സേജ് അയക്കും, ആരോ വീടിനകത്ത് കയറിയിട്ടുണ്ടെന്നും പറഞ്ഞ്. ഹവായാണെങ്കിൽ അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ച് നടക്കുക. അപ്പൊ ഒരു മുറിയിൽ നിറച്ചും ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. അവനും പടം വരയ്ക്കുന്ന ഇഷ്ടമാണ്. ആരാണിത് വരച്ചു വെച്ചെന്നറിയില്ല. ഇവൻ മെല്ലെ പരതി കബേർഡ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആ പേടിച്ചു വരച്ച സ്ത്രീ മിണ്ടാതിരിക്കുക. അപ്പോഴായിരിക്കും ഇവന്റെ വില്ലൻ ഡാഡിമാര് ആ വീടിനകത്തേക്ക് കയറി വരുന്നു. ഹവായ് ആരെങ്കിലും ഉണ്ടോടാ എന്ന് ചോദിച്ചിട്ട് മൂത്ത ഫാദർ നീ ആരെങ്കിലും കണ്ടോന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇല്ലാന്ന് പറയും. എന്നിട്ട് ആ കബേർഡ് അടച്ചു വയ്ക്കും. ഈ നേരത്തായിരിക്കും സിമന്റ് കമ്പനിക്കാരൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അയാൾ വീടിനകത്തേക്ക് കയറുമ്പോൾ ആരെയും കാണുന്നില്ല. ഉടനെ പോലീസിനെ വിളിക്കുന്നുണ്ട്. പെട്ടെന്നായിരിക്കും 4 മൂലയ്ക്ക് നിന്നും വില്ലന്മാര് വന്ന് ഇയാളെ പൊതിരെ തല്ലി ഒരു മൂലയ്ക്ക് സൈഡാക്കുന്നു. അയാളുടെ ഒരു കാല് വെപ്പുകാലായിരുന്നു, അത് ദൂരേക്ക് തെറിച്ചുപോയി. ഇതിലെ വിവരമുള്ള തന്ത തന്റെ ഭാര്യ എവിടെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സിമന്റുകാരനോട്. പുള്ളിക്കാരൻ പറയും ഭാര്യ ഇപ്പൊ വീട്ടിലില്ല, അവളുടെ അമ്മ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനിപ്പോ തനിച്ചാണെന്ന്. എന്നാൽ പെട്ടെന്ന് ഒരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് വില്ലന്മാര് കാണുന്നുണ്ട്. നോക്കുമ്പോൾ ഹവായ് ആ സ്ത്രീയെ തടയാതെ മാറിയിരിക്കുന്ന കാണാം. ആ സ്ത്രീ ഓടിപ്പോകാൻ ഹവായ് അനുവദിച്ചായിട്ട് മൂത്ത ഫാദർക്ക് മനസ്സിലായി. ഇപ്പൊ അമ്മലേടിയാണെങ്കിൽ റോഡിലൂടെ ഓടി രക്ഷപ്പെട്ട് വഴിയെ പോകുന്ന ഒരു വാൻകാരന്റെ മുന്നിൽ ചെന്ന് വീഴും. അവരേതാണോ പാവം സ്ത്രീ എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വിളിച്ചോണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ മൂത്ത ഫാദർ ഹവായ്ക്കിട്ടൊരു വലിയ അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ പിടിച്ച് വലിച്ചുകൊണ്ട് വന്ന് ഈ സിമന്റ് കമ്പനിക്കാരനെ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ പറയും. അവന്റെ കയ്യിലേക്ക് തോക്ക് കൊടുക്കും. കൊന്നുകള അയാളെ, നീ ഞങ്ങളുടെ മകനാണെന്ന് കാണിക്ക്, ഇനിയൊരു തെറ്റ് നീ ചെയ്യാൻ പാടില്ല, കൊല്ലടാ, കൊന്നുകളയയാളെ. ഹവായ് പേടിച്ച് വിറച്ചിരിക്കുക. അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ മൂത്ത വില്ലൻ നിർബന്ധിക്കവേ അവസാനം കൺട്രോള് പോയി ഒരു വെറി മൂത്ത മൃഗത്തെ പോലെ അവൻ ആ മനുഷ്യനെ ചന്നം പിന്നം തുരുതുരാ ഷൂട്ട് ചെയ്ത് കൊന്നുകളെ. ചെക്കൻ നമ്മളെപ്പോലെ ആയി എന്നും പറഞ്ഞ് എല്ലാ ഫാദർമാർക്കും സന്തോഷം. അവിടുന്ന് സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താൽ ഈ ക്രൈം നടന്ന സ്ഥലത്തേക്ക് ഒരുപാട് പോലീസുകാർ എത്തിയിട്ടുണ്ട്. ആദ്യ വിചാരണയിൽ ഇതേതോ കള്ളന്മാരാണെന്നാണ് പോലീസ് വിധി എഴുതുക. ആരെങ്കിലും കണ്ടോന്ന് ചോദിക്കുമ്പോൾ ലോക്കൽ പോലീസ് ഒരു സ്കൂൾ പയ്യൻ അകത്തേക്ക് കയറിപ്പോന്ന് കണ്ടോന്ന് പറയും. ആ ചാരം പോലീസ് തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എളുപ്പത്തിൽ അയാൾക്ക് കേസ് വെട്ടിത്തിരിക്കാം. പക്ഷേ ഇപ്പൊ സിമന്റ് കമ്പനിക്കാരന്റെ ഭാര്യ ജീവനോടുള്ളതുകൊണ്ട് പുള്ളിക്കാരിയും ആ സ്കൂൾ പയ്യനെ കണ്ടതുകൊണ്ട് കേസ് മറയ്ക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. പോലീസുകാർ ആദ്യമേ ഇവരെ കൊല്ലാൻ പ്രേരണയുള്ള മറ്റൊരു കമ്പനിക്കാരനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അയാളാണ് ഇവരെ ആദ്യം ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രൈം സസ്പെക്റ്റ് ആയിട്ട് വരുന്നത് മറ്റൊരു കമ്പനിക്കാരനാണ്. പുള്ളിക്കാരനെ ചോദ്യം ചെയ്തപ്പോൾ ഈ കൊലപാതകം ചെയ്ത സമയത്ത് അവരെ കമ്പനിയിലുള്ള ആരും തന്നെ പുറത്തു പോയിട്ടില്ല. അതിനുള്ള തെളിവ് അവർക്കുണ്ട്. ഇതൊരു പോലീസുകാരൻ വന്ന് ഇൻസ്പെക്ടറോട് പറയും. അവിടുന്ന് കട്ട് ചെയ്താൽ എതിരാളിയായിട്ടുള്ള ആ മറ്റേ കമ്പനിക്കാരനെ കാണിക്കുന്നു. അയാൾ വലിയൊരു കൺസ്ട്രക്ഷൻ മാഫിയാണ്. പുള്ളിക്കാരനാണ് ഈ കുടുംബത്തെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ആ സ്ത്രീ ജീവനോടെ ഉണ്ടെങ്കിൽ ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ആ സ്ത്രീയെ കൂടി കൊല്ലാൻ വേണ്ടിയിട്ട് ഇയാള് അവരുടെ തന്നെ അടിക്കാരെ പറഞ്ഞു വിടുന്നുണ്ട്. ഈ സമയത്താണ് നമ്മുടെ നല്ല പോലീസുകാരൻ ആ ക്രൈം സീനിലേക്ക് വരുന്നത്. സിമന്റ് കമ്പനിക്കാരൻ മരിച്ച ക്രൈം സീനിലേക്ക്, അയാളുടെ വീട്ടിലേക്ക്. എല്ലാം പരിശോധിച്ചു കഴിഞ്ഞ് പുള്ളി ഇറങ്ങുമ്പോൾ മഴയായതുകൊണ്ട് കുടയെടുക്കാൻ നോക്കും. അപ്പൊ ഹവായ് മറന്നു വെച്ചിട്ട് പോയ കുട അവിടെ ഉള്ളതായിട്ട് അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിലൊരു കൃഷിഭവന്റെ പേരുണ്ടാവും. ഒരുപക്ഷെ വില്ലന്മാര് തന്നെ ആയിരിക്കണം ഇത് മറന്നു വെച്ചിട്ടുണ്ടാവുക എന്ന് പോലീസുകാരന് മനസ്സിലായി. ഇപ്പൊ വില്ലന്മാർക്ക് കമ്പനിക്കാരന്റെ ഫോൺ ഏതോ ചെറുക്കനെയാണ് പ്രൈം സസ്പെക്റ്റ് ആയിട്ട് പോലീസുകാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ചെറുക്കനെ ഇനി നാട്ടിൽ വെച്ചിരിക്കേണ്ട, അവൻ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടാൻ വേണ്ടി അവർ വില്ലന്മാരോട് റിക്വസ്റ്റ് ചെയ്യുന്നു. അവനെ പഠിക്കാൻ തന്നെ വിട്ടാൽ മതിയായിരുന്നു എന്ന് വിവരമുള്ള തന്ത പറയുന്നുണ്ട്. ഈ സമയത്ത് ഹവായ് പേടിച്ച് ഒരു മുറിയിൽ തനിച്ച് കിടന്നുറങ്ങാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല.
അറിഞ്ഞിട്ടില്ല. അവൻ എന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ വേണ്ടി വളർത്തമ്മ അങ്ങോട്ട് വരുന്നു. അപ്പൊ അവന്റെ കയ്യിൽ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു കൊച്ചു പയ്യന്റെ ഫോട്ടോ കാണും. അത് കണ്ടിട്ട് വളർത്തമ്മ, നിന്റെ കണ്ണുകൾ കാണാൻ എന്ത് രസമായിരുന്നു, നിനക്ക് ഈ ഫോട്ടോ എവിടുന്നാ കിട്ടിയത്, നിന്നെ ചെറുപ്പത്തിൽ കണ്ട അതേപോലെ തന്നെ ഉണ്ടെന്ന് പറയും. ഇത് കേട്ട ഹവായ്, അതെന്റെ ഫോട്ടോയല്ല, വേറൊരു പയ്യന്റെ ഫോട്ടോയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ വളർത്തമ്മ പറയും, അല്ലല്ലോ, നീ തന്നെയാണിത്, നിന്നെ ചെറുപ്പത്തിൽ കണ്ട അതേപോലെ, ഒരു മാറ്റമില്ല. ഇതവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ നല്ല പോലീസുകാരനല്ലേ, അയാൾ ആ കൊട കൊടുത്ത കൃഷിഭവനിലേക്ക് ചെന്നിട്ട് ഈ കൊട നിങ്ങൾ ആർക്കൊക്കെയാണ് സംഭാവനയായിട്ട് കൊടുത്തിട്ടുള്ളത് അവരുടെയൊക്കെ ലിസ്റ്റ് തരാൻ പറയും. അവിടുത്തെ പെണ്ണാണെങ്കിൽ അവളുടെ ടൂട്ടസ് പോകുന്നു പറഞ്ഞിട്ട് ഫയൽ എടുക്കാൻ മടിച്ചോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ പോലീസ് ആ ഫയലും കട്ടെടുത്തോണ്ട് അവിടെ നിന്ന് ഓടുന്നുണ്ട്. ഈ നേരത്ത് വില്ലൻ ഫാദർ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ വളർത്തമ്മയുടെ കയ്യിൽ ആ കൊച്ചു മകന്റെ ഫോട്ടോയുണ്ട്. അവളെ മുടി പിടിച്ചിട്ട് വില്ലൻ ഡാഡി ഹവായ് എവിടെയാണെന്ന് ചോദിക്കും. അവരൊന്നും പറയുന്നില്ല. സോ ഈ വളർത്തമ്മ ഹവായോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളത് ചെറുക്കന് മനസ്സിലായി. ചെറുക്കനെ ഇവരെവിടുന്നോ തട്ടിക്കൊണ്ടു വന്നാണെന്ന് ഇപ്പോഴാണ് അവൻ അറിയുള്ളൂ. അത് സത്യമാണെന്ന് പരിശോധിക്കാൻ വേണ്ടി ആളെക്കൊന്ന വീട്ടിലേക്ക് വരുന്നു ഹവായ്. ഈ സമയത്ത് ഡ്രൈവർ ഡാഡിയും മൂത്ത ഡാഡിയും ഹവായിനെ അന്വേഷിച്ച് അതേ വീടിന്റെ പരിസരത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴായിരിക്കും നല്ല പോലീസ് കൃഷിഭവനിൽ നിന്ന് കൊടകൾ സമ്മാനമായിട്ട് കൊടുത്ത വില്ലന്റെ വീട്ടിലേക്ക് വരിക. വില്ലന്റെ വീട്ടിൽ അവർ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ചെറിയൊരു ചെടികളുടെ നഴ്സറി നടത്തുന്നുണ്ട്. അതിലേക്കാണ് ഈ കൊട സംഭാവനയായിട്ട് കിട്ടിയത്. സോ പോലീസ് വന്നിട്ട് ഇവരെ നഴ്സറി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയും. ഈ നേരത്ത് ഹവായ് അവൻ കൊന്നയാളുടെ വീടിനകത്ത് പോയി ചുറ്റുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ആ വീടിനകത്തേക്ക് ആരോ കയറി വരുന്നുണ്ട്. അയാൾ കാണാതിരിക്കാൻ വേണ്ടി ഹവായ് ഒളിച്ചിരിക്കും. ഒളിക്കാൻ കയറിയതാവട്ടെ ഒരു കുഞ്ഞു പയ്യന്റെ മുറിയിലേക്ക്. ആ മുറി എവിടെയോ കണ്ടതായിട്ട് ഇവന് ചെറിയ ഓർമ്മയുണ്ട്. അവിടുത്തെ കുറെ മിസ്സിംഗ് നോട്ടീസുകളൊക്കെ ഇവൻ എടുത്തു നോക്കും. ഈ നേരത്ത് നമ്മുടെ പോലീസുകാരൻ വില്ലന്മാരെ നഴ്സറിയിൽ ഒരു ഹവായ് മരം കാണുന്നുണ്ട്. അതേപോലെ ആ ചൈനീസ് ട്രീയും കാണുന്നുണ്ട്. ആ മണമുള്ള ട്രീ കട്ട് ചെയ്താൽ ഇവിടെ ഹവായിക്ക് ആ മുറിയിൽ നിന്നും കിട്ടുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്ങുകളും ഫോട്ടോകളും അവിടെയുള്ള വിവരങ്ങളൊക്കെ വെച്ച് താൻ തന്നെയാണ് കടത്തപ്പെട്ട കുട്ടി എന്ന് മനസ്സിലായി. അപ്പൊ അവൻ കൊല ചെയ്താവട്ടെ അവന്റെ സ്വന്തം അച്ഛനെയാണ് ഈ വില്ലന്മാര് അവനെ കൊണ്ട് കൊല ചെയ്യിച്ചത്. ചെറുപ്പത്തിൽ താൻ കണ്ടുകൊണ്ടിരുന്ന ആ തൂക്ക് പാവകളും വീടിനകത്തുണ്ട്. അവൻ ഉറപ്പായി. പെട്ടെന്നൊരു ശബ്ദം കേട്ട് വീടിന് താഴത്തേക്ക് വരുമ്പോൾ ഇവനെ പെറ്റ അമ്മ എല്ലാം അവസാനിപ്പിച്ച് ആത്മഹത്യ ചെയ്യാൻ തയ്യാറായി. അവരെ തൂക്കിട്ട് മരണത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാവും. ഹവായ് ഓടി വന്ന് അവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഉടനെ വില്ലന്മാർക്കൊരു കോള് ലഭിക്കുന്നുണ്ട്. സിമന്റ് കമ്പനിക്കാരന്റെ ഭാര്യയെ ഏതോ ഒരു ഹൈസ്കൂൾ പയ്യൻ ആശുപത്രിയിൽ ചേർത്തിരിക്കുന്നു. ഇവരുടനെ ആശുപത്രിയിലേക്ക് ചെന്നിട്ട് അന്വേഷിക്കുകയാണ്. അവിടെ ആ ചാരം പോലീസ് ഉണ്ടാവും. പോലീസുകാരൻ വരുമ്പോഴേക്കും ചെറുക്കൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിത്രേ. ഇപ്പൊ ആ ലേഡി മാത്രമേ ആശുപത്രിയിലുള്ളൂ. ഈ ലേഡി ചെറുക്കന്റെ മുഖം കണ്ടതുകൊണ്ട് തന്നെ പയ്യനെ റോമിങ്ങിൽ വിടാൻ പറ്റില്ല, അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കണമെന്ന് പോലീസുകാരൻ പറയും. അതിന് വില്ലൻ തന്ത, ആ ലേഡിയല്ല ചെക്കന്റെ മുഖം കണ്ടിട്ടുള്ളൂ, അതിന് എന്റെ ചെറുക്കനെ എങ്ങോട്ടും പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല, ആ പെണ്ണിനെ തീർത്താ പോരെ, ഞങ്ങൾ തീർത്തോളാന്ന് പറയും. അത് കഴിഞ്ഞ് വില്ലൻ ഫാദർ ആ വിവരമുള്ള ഫാദറെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഹവായ് വീടെത്തിയെന്ന് ചോദിക്കും. വിവരമുള്ള ഡാഡി, ഹവായ് വീടെത്തിയിട്ടില്ല, മാത്രമല്ല ഇന്നൊരു പോലീസുകാരനും ഇവിടെ വന്നിരുന്നു, കാര്യങ്ങൾ ലീക്ക് ഔട്ട് ആകുന്നുണ്ടോ എന്നൊരു സംശയം, ഇതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ പറ്റുക നോക്കാം, നീ എന്തായാലും വീട്ടിലേക്ക് വായോ എന്ന് പറഞ്ഞ് ഈ വിവരമുള്ള ഡാഡി ഫോൺ കട്ട് ചെയ്യുമ്പോൾ അയാളുടെ കമ്പ്യൂട്ടറിൽ ഹവായുടെ അച്ഛനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഹവായ് പരിശോധിച്ചിട്ടുണ്ട്. മാത്രമല്ല പുള്ളിക്കാരനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത ആ മറ്റേ കമ്പനിക്കാരന്റെ ഡീറ്റെയിലും ഹവായ് പരിശോധിച്ചിരിക്കുന്നു. കുറച്ച് അകലെ നിന്നും ഒരു ശബ്ദം കേൾക്കാപ്പോ, നിങ്ങൾ എന്നെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞുവിടാൻ പോവാണോ? എന്നാൽ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ടില്ല.